നമസ്കാരം. നമസ്കാരം. മുരളീധരൻ ചേട്ടൻ അങ്ങനെയല്ലേ എല്ലാവരും അറിയുന്നത്? അതെ അതെ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പം അതിനകത്ത് ഒരുപാട് കോളുകളും കാര്യങ്ങളൊക്കെ വന്നായിരുന്നു. ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരുന്നു. ലോങ്ങിലൊക്കെ വിളിക്കുന്നല്ലേ? വിളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന്റെ ഓയിൽ സീൽ ലീക്കാണ്. അപ്പം ഞാനിത് പല പ്രാവശ്യം മാറിയിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഡാമേജ് ആയിട്ട് വരുന്നുണ്ട്. ഈ പ്രാവശ്യം നമുക്ക് മുരളീധരൻ ചേട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഇത് മുരളീധരൻ ചേട്ടൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൺഫേമായിട്ടും ഇത് ലീക്ക് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാവും. ഷോറൂമിൽ എത്ര നാൾ കൊടുത്തോണ്ടിരുന്നത്. അപ്പം തുടങ്ങാൻ പരിപാടി. ഈ പ്രശ്നം നോക്കാം. അപ്പം ഇത് എന്തുകൊണ്ടാണ് ലീക്ക് വരാൻ കാരണം? മെയിനായിട്ട് പൈപ്പിന് എന്തെങ്കിലും ഡാമേജ് കാണും. സ്ക്രാച്ച് വല്ലതും കണ്ടേക്കാം. അഴിച്ചു നോക്കാം. ഓക്കെ. അല്ലാതെ വല്ല വേറെ ഒരു വിഷയം വരുമോ? വേറെ സാധ്യത കുറവാണ്. തട്ടാൻ ഇടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ബെൻഡൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ സംഭവിക്കും. നോക്കാം കേട്ടോ. ചേട്ടാ എന്തോ നമ്മളെ എവിടെ പരിപാടി? ഇത് അഴിച്ചുകൊണ്ടിരിക്കുന്നു. വീലടിച്ചോണ്ടിരിക്കുന്നു. മറ്റേ ഈ ഇതായോണ്ട് കുറച്ച് പാടല്ലേ? ഏതാ? ഫ്രണ്ടിലെ ഡിസ്ക് ആയോണ്ട്. ബാക്കിലെ നമ്മളെ ഡിസ്ക് ഉണ്ടല്ലോ, ഡ്രം, അത് എന്ത് പാടാന്ന് പറയാം. നമ്മളിപ്പോ അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് അഴിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലേ മുരളീധരൻ ചേട്ടാ? ചിലപ്പോ അത് വയറൊക്കെ പറിച്ചു കളഞ്ഞെങ്കിൽ പിന്നെ നമ്മൾ ഇതുപോലെ ഇത് ഈ ബാക്കിലെ ഡിസ്ക് നമ്മൾ അയച്ച സമയത്ത് ഒരു പരിചയമില്ല ഈ പുള്ളിയൊക്കെ അയക്കേണ്ടത് എങ്ങനെയാണ്. ഇത് അയച്ചു കഴിഞ്ഞത് സംഭവം അവസാനം ഇത് തിരിച്ചു കയറ്റിടാൻ പുള്ളി ആവും നോക്കി നടക്കുന്നില്ലേ? ഇല്ല, അവസാനം പുറത്തുനിന്ന് ആളെ കൊണ്ടുവന്നിട്ട് കുറച്ച് അറിയാവുന്ന ആളെ കൊണ്ട് അയച്ചിട്ടു. അയച്ചു കയറ്റി സമയം പോയല്ലേ? ബാക്കിയുള്ള ഡിസ്ക് വിളിച്ചോ. ഇതന്നെ ഈ സ്റ്റാമ്പിങ്ങിന് നല്ലോണം ലീക്ക് ആണല്ലോ. അത് ഈ പൈപ്പിനൊരു കുഴപ്പമുണ്ടേ, അതുകൊണ്ടാണ് തോന്നുന്നു. അതുകൊണ്ടാണല്ലേ പിന്നെ ലീക്ക് വരത്തില്ല. സ്ക്രാച്ച് ഉണ്ടല്ലേ? നമ്മൾ കഴിക്കുമ്പോൾ അറിയാൻ പറ്റും. അഴിക്കുമ്പോൾ ലീക്ക് ആയിക്കൊണ്ടിരിക്കുക. അതെ അതെ അതെ. കേട്ടോ. ശരി. ഞാനത് അഴിച്ചോണ്ടിരിക്കുകയാണേ. ഇത് അഴിക്കുന്ന ടൂളായത്. ഒരു കാണാ ടൂള്. ഈ നട്ട് അഴിച്ചെടുക്കാനുള്ള ഒരു ഉപകരണമാണ്. ടൂളാണ് സാധാരണ ഇതിട്ട് അഴിച്ചെടുക്കുന്നത്. പെട്ടെന്ന് ഊരിയെടുക്കാം. എല്ലാ സാധനങ്ങളും വേണം. ടൂൾസ് വേണം എല്ലാത്തിനും. അതെ, പ്ലാസ്റ്റിക് ട്യൂബാണ്, ഡിസ്റ്റൻസ് ട്യൂബാണേ. സ്പ്രിങ് ട്രേ എടുത്തോട്ടെ. ഓയിലില്ല ഓടിക്കഴിഞ്ഞാൽ സൈഡ് ടയർ വെട്ടി തയ്യും. ഒരു സൈഡ് തയ്യും. പിന്നെ ബാലൻസിങ് വ്യത്യാസം വരുമല്ലോ. ബാലൻസിങ് വ്യത്യാസം വരും. അപ്പം ഉടനെ ടയർ നോക്കുമ്പോൾ തന്നെ അറിയാം. ഈ സൈഡ് ഒരു സൈഡ് തയ്യാൻ കൂടുതലുണ്ടാവും. നമ്മൾ ക്ലിയർ ചെയ്യണം, അല്ലെന്നുണ്ടെങ്കിൽ ടയർ തന്നെ ഡാമേജ് ആയി പോകും. ഓടിക്കുമ്പോഴും ഭയങ്കര തുള്ളലായിരിക്കും, ഭയങ്കര ഷോക്ക് ഇതായിരിക്കും, എഫക്റ്റ് ഇതായിരിക്കും, ചാട്ടം കൂടുതലായി. കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നല്ലേ? കുറച്ച് ഓയിലേ ഉള്ളൂ. അതെ അതെ, ബാക്കി പോയി. കുറച്ച് പോയാ. അതെ, ഈ പൈപ്പിന് സ്ക്രാച്ച് ഉണ്ടേ. നമുക്ക് കാണാം. ഇവിടെ നോക്കിയാൽ കാണാം. കണ്ടോ? ഇത് കണ്ടോ? അപ്പോൾ ഇങ്ങനെ ഇതുപോലെ വരുന്നതാണ് ഈ ഓയിൽസിൽ പെട്ടെന്ന് പോകുന്നതിൻ്റെ കാര്യം. പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഉടൻ തന്നെ പോകും. ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് പോയിരിക്കും. ഇതിന് വില 1000 മേളിലാണല്ലോ. റോഡിന്റെ വിഷയം കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇത് മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആയിരിക്കും. റോഡുമായിട്ട് ബന്ധം ഉള്ള കേസല്ല ഇത്. നമ്മൾക്കത് ഓടിക്കാന്നല്ലേ പറ്റുള്ളൂ. സാധനം പോകുന്നത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. അപ്പൊ ശരി, ഇതിനകത്ത് വേറെ ഒന്നായിട്ട് കാര്യങ്ങൾ കണ്ടായിരുന്നു. ഇതല്ലേ ഈ സംഭവം പറയാം? അത് സ്പ്രിങ്, ഒന്ന് പമ്പ്. ഒന്ന് അതിന്റെ ഇത് സ്പ്രിങ് ആണ്. ഇത് പിന്നെ അതിന്റെ പമ്പ്. ഈ പമ്പ് കുറയ്ക്കാൻ ഷോക്ക് വർക്ക് ചെയ്യുന്നത്. ഷോക്കിന്റെ അകത്ത് വരുന്ന പമ്പുകളൊക്കെ പുറമേ കാണത്തില്ല. അപ്പൊ നമ്മളിപ്പം തിരിച്ച് നമ്മൾ ഇത് ക്ലിയർ ആക്കിയിട്ട് ഇടുക. അതെ, ഈ സെറ്റ് ചെയ്തിടും. ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, ഞാൻ ഇതിനകത്ത് ഓയിൽ ഒഴിക്കുകയാണേ. സീലൊക്കെ മാറ്റിയിട്ടുണ്ട്, എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എൻ്റെ പരിപാടി തീരുവാണ്. നീ കയറ്റി പിടിപ്പിച്ചാൽ മതി. നമ്മുടെ 2 മാറും അല്ലേ?
രണ്ടിനും മാറണം എങ്കിലേ നമുക്ക് ഓയിൽ രണ്ടിനകത്ത് ഒരുപോലെ ആക്കാൻ പറ്റുള്ളൂ. ഒന്ന് ലീക്ക് ആയി കഴിഞ്ഞാൽ രണ്ടും മാറേണ്ടി വരും. അഴിക്കുമ്പം രണ്ടും ഒരുപോലെ ചെയ്യണം. രണ്ടിനകത്ത് ഒരുപോലെ ഒഴിക്കണം. പിന്നെ കഴിവതും ഓയിൽ ലീക്ക് ആയി കഴിഞ്ഞാൽ കഴിവതും മാറുന്നതാക്കി ഏറ്റവും നല്ലതല്ലേ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഉടൻ ചെയ്യണം, അല്ലെങ്കിൽ ടയറിനാണ് മിസ്റ്റേക്ക് വരുന്നത്. നമ്മൾ ഒരു സൈഡ് ലീക്ക് ആകുന്നതുകൊണ്ട് നമ്മൾ മാറായിരുന്നു കഴിഞ്ഞാൽ അത് വലിയ വിഷയത്തില്ല, നഷ്ടങ്ങൾ വരും. പിന്നെ അതെ. അപ്പൊ പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? ലാസ്റ്റ് പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്തേക്കാം. അപ്പൊ ഒരുപാട് പേര് വിളിക്കുന്നുണ്ടല്ലേ? ഡൗട്ടുകളൊക്കെ സംശയങ്ങളൊക്കെ വിളിക്കുന്നുണ്ട്, എല്ലാം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വിളിക്കുന്നവരെല്ലാം ലോങ്ങിനാ വിളിക്കുന്നല്ലേ? അതെ അതെ അതെ. ആ ശരി. അപ്പം ഇത് ഡൗട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ, കസ്റ്റമറോട് പറഞ്ഞു കൊടുക്കുക കേട്ടോ. ആയിക്കോട്ടെ. അപ്പം ശരി, ഇത് ബാക്കി നമുക്ക് ഓക്കെ എന്നാ വിളിച്ചേട്ടാ. ശരി എന്നാൽ ആയിക്കോട്ടെ. ശരി എന്നാ ഓക്കെ. ശരി.